നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറക്കമിളച്ചിരുന്ന വാർത്ത കൊടുപ്പാണ് റിപ്പോർട്ടർ. മാധ്യമധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ് റിപ്പോർട്ടർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. മുകേഷ് വിഷയം വന്നപ്പോൾ ഈ ഉറക്കമിരിപ്പ് കണ്ടിരുന്നില്ല. കൊല്ലം MLA രാജിവെക്കുമെന്നും പറഞ്ഞ് കരച്ചിലും കണ്ടിട്ടില്ല. വട്ടം കൂടിയിരുന്ന ചർച്ചയും കണ്ടിട്ടില്ല. വേടനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തി വെളുപ്പിച്ച അരുൺകുമാറിന്റെ മാധ്യമ ധാർമ്മികത കേരളം കണ്ടതാണ്. പരാതിക്കാരികളിൽ ഉണ്ടായിരുന്ന വേടന്റെ കേസിലും റിപ്പോർട്ടർ വെളുപ്പീര്. പക്ഷേ പരാതിക്കാരികൾ ആരുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ വാർത്തയോട് വാർത്തയാണ്. റിപ്പോർട്ടർ ചാനൽ ഇരന്ന് മേടിക്കുന്നു എന്ന് ചുരുക്കം. റിപ്പോർട്ടർ ചാനലിനെയും അരുൺകുമാറിനെയും വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഈശ്വർ ഇങ്ങനെയൊരു പ്രതികരണം നടത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ദിലീപ് കേസിന് സമാനമായിട്ടുള്ള രീതിയിലാണ് റിപ്പോർട്ടർ TV രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുരുക്ക് മുറുകുന്നുവെന്നാണ് റിപ്പോർട്ടർ TVയുടെ പുതിയ വാർത്തയെന്ന് രാഹുൽ ഈശ്വർ വിമർശിച്ചു. റിപ്പോർട്ടർ TVയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ വിമർശനം നടത്തിയത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഇവരെയെല്ലാം ഇഷ്ടമാണ്. ഒരിക്കലും ഇവ ട്രോൾ ചെയ്യാനോ നെഗറ്റീവ് പറയാനോ ഒന്നുമല്ല. വിമർശനമുണ്ട്, പക്ഷേ അധിക്ഷേപമൊന്നുമില്ല. അതായത് നികേഷ് കുമാർ സാറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ശബരിമല ദേവപ്രശ്നം കള്ളത്തരങ്ങൾ നടന്നപ്പോൾ അതൊക്കെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചത് നികേഷ് സാറിലൂടെ തന്നെയാണ്. നികേഷ് സാറിന്റെ ദിലീപ് ഏട്ടനോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാത്രമേ എനിക്ക് എതിരുള്ളൂ. അതേപോലെ തന്നെ ഡോക്ടർ അരുൺ എന്റെ സീനിയർ ആണ്, എനിക്ക് ഇഷ്ടമാണ്. പണ്ട് അരുൺ ചേട്ട എന്ന് വിളിച്ചിരുന്ന സമയമുണ്ട്. ഇപ്പോൾ അരുൺജി എന്നേ ഞാൻ ഡോക്ടർ അരുണിനെ വിളിക്കാറുള്ളൂ. ശ്രീ അരുൺ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഈ ഒരു നിലപാടെടുക്കുന്നത് തെറ്റാണെന്ന് ഒഴിച്ചു വെച്ചാൽ പുള്ളി നല്ലത് തന്നെയാണ്. ഇതിന്റെ പിന്നിൽ അമിത ഫെമിനിസ്റ്റ് താല്പര്യങ്ങളാണുള്ളത്, അതല്ലാതെ സാമുദായികത ഒന്നും തന്നെയില്ല. കാരണം 4 നായന്മാരാണ്. നായന്മാരുടെ തമ്മിൽ അടി തീർക്കുക എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നു. ദിലീപിനെ ഇപ്പം കുരുക്കും ക്രൈംബ്രാഞ്ച് ശബ്ദശകലങ്ങൾ പിടിച്ചു, ദിലീപ് കഴുത്തിൽ കുരുക്ക് മുറുകുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് മുറുകുന്നു എന്ന് പറയുന്നതെന്നും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കിൽ എന്ന് പറയുന്നത് ഈ മീഡിയ വഴി കേസ് നടത്തുന്ന ഒരു ശീലമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതായത് എല്ലാ ദിവസവും മീഡിയ വഴി ഇങ്ങനെ പ്രഷർ കൊടുക്കും. മീഡിയ വഴി എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയും. ഇതിലൂടെ പോലീസിൽ സമ്മർദ്ദം ചെലുത്തപ്പെടും. കാണുന്ന ചില പോലീസുകാർ എന്റെ തല, എന്റെ ഫുൾ ഫിഗർ കൂടെ TV-യിൽ വരണം എന്ന് നാളെ നടപടിയെടുക്കും എന്ന് പറയും. ഇതിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ വിജയബാബു കോടതിയുടെ അനുമതിയോടുകൂടി കോടതിയിൽ കീഴടങ്ങാൻ വന്നപ്പോൾ കേരള പോലീസിലെ ചില ആൾക്കാര് കോടതിയിൽ ചെന്ന് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചു എന്നതാണ്. എന്തിനാണ് അതൊക്കെ? മീഡിയക്കാരെ കാണിക്കാനല്ലേ എന്നതാണ് രാഹുൽ ഈശ്വറിന്റെ ചോദ്യം. അതൊന്നും വേണ്ട എന്നതായിരുന്നു അന്ന് കോടതി പറഞ്ഞതെന്നും രാഹുൽ ഈശ്വർ ഓർമ്മിപ്പിച്ചു. മീഡിയയിൽ വിഷയം ഇങ്ങനെ ലൈവായി നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ സമ്മർദ്ദം ഉണ്ടാകുമെന്നും ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു എന്നൊക്കെ അടിച്ചുവിടുന്നതെന്നും റിപ്പോർട്ടറിലെ പ്രധാന വാർത്തകളിൽ ഒന്ന് രാഹുലിനെ കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുലിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലെ ലൈംഗിക അതിക്രമം എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാവുന്ന കാര്യമാണ്. പുറത്തു വരാത്ത ടെലിഗ്രാം ചാറ്റുകളും ശബ്ദ രേഖകളും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നു എന്നതാണ് നമ്മുടെ റോഷി പാൽജിയുടെ വാർത്ത. 11-ൽ 9 പരാതികൾ രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ 5 പരാതികളും രാഹുലിന് അനുകൂലമാണ് എങ്കിലും പുള്ളി അതൊന്നും പറയുന്നില്ലെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നു എന്ന ആരോപണവുമായിട്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറും ഇതേ സമയത്ത് രംഗത്തുണ്ട്. ഔദ്യോഗിക പരിപാടികളിൽ MLA എന്ന നിലയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നില്ല എന്നും രാഹുൽ രാജിവെക്കുന്നത് വളരെ പ്രതിഷേധം തുടരും എന്നുമാണ് കോൺഗ്രസിന്റേത് നിലപാട്. ഇത് ഇരട്ടത്താപ്പാണ് എന്നും പറയുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്.
പറയുന്നത്. എന്നിട്ട് സംരക്ഷണം നൽകുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ എന്ന് പറയുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ശ്രീ കൃഷ്ണകുമാർ ആരോപിക്കുന്നത്. കൂടാതെ രാഹുൽ ഏറ്റവും ഗതികെട്ട MLA ആണ് എന്നും രാഹുലിന് സ്വന്തം മണ്ഡലത്തിൽ ഒളിച്ചു വരേണ്ടി വരുന്നു എന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുലിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരമൊരു തീരുമാനം എന്നുമൊക്കെയാണ് ആരോപണങ്ങളെ രാഹുൽ നിഷേധിച്ചിട്ടില്ല. 31 ദിവസമായിട്ടും നിയമ നടപടി പോലും സ്വീകരിച്ചില്ല എന്നതും കൃഷ്ണകുമാർ പറയുകയാണ്. അതേസമയം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് മണ്ഡലത്തിൽ എത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അഭിവാദ്യം ചെയ്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാഹുലിനെ നേതാക്കൾ സ്വീകരിച്ചത്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പ്രതികരിച്ചിരുന്നില്ല. ഇതിനിടെ MLA ഓഫീസിന് പോലീസ് സുരക്ഷ കൂട്ടുകയും ചെയ്തു. രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധവുമായിട്ട് BJPയും DYFIയും രംഗത്തുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിൽ നിന്ന് MLA ബോർഡ് മാറ്റിയെന്ന വിവരങ്ങളും പുറത്തുവന്നു. നിലവിൽ രാഹുൽ ഓഫീസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നത്. പിന്നീട് അദ്ദേഹം ഓഫീസിൽ എത്തി എന്ന തരത്തിലും വാർത്തകൾ പുറത്തുവന്നു. വിവാദങ്ങൾക്ക് പിന്നാലെ 38 ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ MLA ഓഫീസിൽ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് എത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സേവിയറിന്റെ സഹോദരൻ മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടി അവിടെ എത്തിയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് MLA ഓഫീസിലേക്ക് കൂടെ യാത്രയായത്. ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നുള്ള ബോർഡ് മാറ്റിയത് എന്തിന് എന്നുള്ളൊരു ചോദ്യം അവിടെയും അവശേഷിക്കുകയാണ്. ഓഗസ്റ്റ് 17-നാണ് രാഹുൽ പാലക്കാട് നിന്നും പോയിട്ടുള്ളത്. 20-നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം പുറത്തുവരുന്നത്. പിന്നീട് ഇങ്ങോട്ട് 38 ദിവസത്തോളം അദ്ദേഹം പാലക്കാടേക്ക് വന്നിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇനി മുതൽ അങ്ങോട്ട് തന്റെ മണ്ഡലത്തിൽ താൻ സജീവമായി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ന് അദ്ദേഹം തന്റെ MLA ഓഫീസിൽ കൂടെ കടന്നിരിക്കുകയാണ്. അവിടെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയത്ത് പ്രതിഷേധക്കാർ എന്ന് പറയാൻ BJPയും CPMും പോലുള്ള ആളുകൾ എന്ത് സംഭവിച്ചാലും രാഹുലിനെ MLA ഓഫീസിൽ കയറ്റില്ല, തടയുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കേസ് അതിന്റെ വഴിക്ക് പോകുമെന്നും തനിക്ക് പറയാനുള്ളത് ഒരു ദിവസം താൻ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചിരിക്കുന്നത്.